ഹരി ഓം. സന്ധ്യാനേരത്തെ രാമായണം പാരായണം ചെയ്യുകയാണ്. ഇന്ന് 7ാമത്തെ ദിവസമാണ്. രാവിലെ വായിച്ചു നിർത്തിയതിൻ്റെ ബാക്കി പാരായണം ചെയ്യുകയാണ്. എല്ലാവരും ദയവായി കേൾക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ധ്യായേതാജാനുബാഹും ധൃതചരതനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോപസാനാം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാപം നാനാലങ്കാരദീപ്തം ദദതമുരുജടാമണ്ഡലം രാമചന്ദ്രം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ വാക്കു കേട്ടോരു വൈദേഹിമാരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ. നാഥാപതിവൃതയാം ധർമ്മഭക്തി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിധേ പാദ ശുശ്രൂഷാവൃതം മുടക്കായികമേ. നിന്നുടെ സന്നിധോ സന്നിധം വാണിയിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടാമോ. വല്ലതും മൂലജലജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടമെനിക്കമൃതോപമം. ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പപാസരണതുല്യങ്ങൾ എനിക്കതും പുഷ്പപാണോപമാനീ വെടിഞ്ഞീടല. ഏതുമേ പീഡയുണ്ടായില്ലെൻ മൂലം ഭീതിയുമേതും എനിക്കില്ല ഭർത്താവേ. കശിൽ ദ്വിജൻ ജ്യോതിശസ്ത്രവിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു. ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനൊത്തും ഭവതിക്ക് സങ്കടമില്ലേതും. യുദ്ധം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതും സത്യമതിനിയും ഒന്ന് ചൊല്ലിയിടുവൻ. രാമായണങ്ങൾ പലതും കവിവർ രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ. ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനൊന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതി വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണീഗ്രഹണമെന്താർദ്ധവും മന്ത്രാർദ്ധവും ഓർക്കണം. പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നവൻ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നത് കേട്ടോരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പൂരിക വൈകാതെ സങ്കടം എന്നിത് ചൊല്ലിയുണ്ടാകേണ്ട. ദാനവരന്ധതിക്കായിക്കൊണ്ട് ചെയ്യുക നീ ജാനകീ ആരാധിഭൂഷണമൊക്കവേ. ഇതമരുൾ ചെയ്ത ലക്ഷ്മണൻ തന്നോടും പ്രതീസുരോത്തമന്മാരെ വരുത്തുവാൻ അത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ വശുക്കളും അർദ്ധമാവധി ഇല്ലാതോളമാതരാൽ സത്യുത്തരായ കുലശീല ഗുണങ്ങളോട് ഉത്തമന്മാരായ കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്ക് സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നുടെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തിതും. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവാചനവും ചെയ്തിതു. താപസന്മാരും തുജന്മാരും പെയ്തു പെയ്തിടുന്നിതശ്രുജലങ്ങളും
ജാനകീ ദേവി വൻപോടരന്ധതിക്കാനന്ദം ഉൾക്കൊണ്ട് ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മേ ദക്ഷിണേ കൗസല്യയിൽ സമർപ്പിച്ച് വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്ത് സമാശ്ലേഷവും ചെയ്തു. നന്നായ അനുഗ്രഹം ചെയ്തു തനേനു പിന്നെ ഉപദേശവാക്കുമരുൾ ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിക്കെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യേ നോർത്തിടവിയെ മായാവിഹീനമീ വണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസീ ധരിച്ചുകൊണ്ട് ആദരവോട് തൊഴുതു സൗമിത്രിയും തന്നെ ചാപശരാദികൾ കൈക്കൊണ്ട് ചെന്ന് രാമാന്തികെ നിന്നു വണങ്ങില. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യകളേവരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭിരാമനാത്മാരാമനംഭുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയന്താലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാൻ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ, കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനീ തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാഗണ്ഡക നിപ്നോന്നതയുഗ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനും കാഠിന്യമേകുന്ന മുക്തമൃദുതര സിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്ന് കൽപ്പിച്ച് പ്രതീശചിത്തം കഠോരമത്രേ തുലവും പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ലെന്നല്ലോളവും ഇന്നിത് തോന്നുവാൻ എന്തോ ഒരു കാരണമെന്നത് കേട്ടുടൻ ചൊല്ലിനാനും. കേകേയപുത്രിക്ക് രണ്ടുവരം നൃപനീകിനാൻ പോലത് കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു വരതിനു വാഴെന്ന് വന്നുകൂടും ധരാമണ്ഡലം പോക. നാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ? ഈ പ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരാവാസികൾ തന്നോട് സാമോദമേവമരുൾ ചെയ്തി തന്നേരം രാമനെ ചിന്തിച്ച് ദുഃഖിക്കായ കാര്യമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുകൊണ്ട് ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും രാമനാകുന്നതും സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായ ധനന്ദൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായ പരാമായ ഗുണങ്ങളെ താനവലംബിച്ചുകായ വേദം ധരിക്കുന്നിതാത്മാവരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായ പ്രപഞ്ചത്തെ വ്യക്തമായി സൃഷ്ടിച്ച് സത്യപ്രധാനനായ ഭക്തപാരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വരനത്തിരഞ്ജൻ പരമാത്മാവ് സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ ദ്രീജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതാമന് ഭക്തി പ്രസന്നനായ ദേവൻ മകരാവതാരമനുഷ്ഠിച്ച് വേദങ്ങളെല്ലാം ഹൈഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ പാദോനിധിമതനെ പണ്ടുമന്തരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതിയും പൂണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു
വൃഷ്ടിയായി തേറ്റമേൽ ജോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ മേളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ നീർഹ്ലാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഹോരനായ ഒരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥമേതീം ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർപ്പിച്ച കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായ ഒരു മഹാബലിയോട് ചെന്നർദ്ദിച്ചു നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനു ഇവൻ ധാത്രീ സുരദ്വേഷികളായി ജനിച്ചു ഒരു ധാത്രീ പതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാം ഇവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായ ധാത്രീ സുധാവരനായി പിറന്നീടിനാൻ രാത്രിയും ജരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ അദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാത്ത വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രാഹം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്നതിൽ കാരണം മന്ധരയല്ല കൈകേയിയെല്ലാരും ഭ്രമിക്കായ രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോട് പുഷ്ടപ്രമോദം പുറപ്പെട്ട് തിന്നപ്പോൾ ഇന്നലെ നാരദൻ വന്ന് ചെന്നാനവൻ തന്നോട് രാഘവൻ ചെയ്തു നക്തഞ്ചരാന്യാദിഗ്രഹത്തിന് ഞാൻ വ്യക്തം വനത്തിന് നാളെ പുറപ്പെടും എന്നത് മൂലം ഗമിക്കുന്നതു രാഘവൻ എന്ന് വിഷാദങ്ങളവനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ രാമേത് ജപിപ്പിനെല്ലാരുമേ സിദ്ധിക്കയില്ലതേ എല്ലാ കൈവല്യവും സിദ്ധിക്കുമേവനും എന്നതു നിർണയം ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാത്ത നിഷ്കളൻ നിർഗുണനാത്മാരഹൂത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനനാനന്ദപൂർണനന്ദനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ പങ്ക്തിരഥാഭീഷ്ട സിദ്ധാർത്ഥമായി വന്നു പന്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായ ഈശ്വരൻ രാമവിഷയം ഈ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനേ നാരായണൻ എന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും രാമസീതാരഹസ്യം മുഹൂരീ ദൃശ്യമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചോരു ഭക്തിയുമാമേ നാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചെന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾക്കു താപസ ശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി ഹരേ രാമ ഹരേ രാമ 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 ഹരേ
കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിയിൽ സ്വഭാവ കരോമേതിൽ സകലം പരസ്മൈ നാരായണായി സമർപ്പയാമി. സർവം നാരായണായി സമർപ്പയാമി. ഹരി ഓം.